Good morning, my dear students. You are all welcome to the 15th lecture from Solutions chapter. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചു തുടങ്ങിയിരുന്നു. രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ച ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ പഠിച്ചു. പിന്നെന്താ രണ്ടാമത്തത് പറഞ്ഞോ? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെൻറ്റ്. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ സോൾവെൻറ്റും പിന്നെ നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷനും. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ സോൾവെൻറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് പഠിപ്പിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഫ്രീസിങ് പോയിന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സാറിൻ്റെ കയ്യിൽ ഒരു ലിക്വിഡ് സോൾവെൻ്റ് ഉണ്ട്. ആരുണ്ട് മക്കളെ? ലിക്വിഡ് സോൾവെൻറ്റ്. ആ ലിക്വിഡ് സോൾവെൻറ്റ് നിങ്ങൾ തണുപ്പിച്ച് ഒരു പ്രത്യേക ടെമ്പറേച്ചറിലെത്തുമ്പോൾ അയാൾ സോളിഡായി മാറാൻ തുടങ്ങും. ശരിയല്ലേ? ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനാണ് നമ്മൾ ഫ്രീസിങ് പോയിന്റ് എന്ന് വിളിക്കുക. എന്താണ് ആ ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത? ആ ടെമ്പറേച്ചറിൽ സോളിഡ് ഫേസിനും ലിക്വിഡ് ഫേസിനും സെയിം വേപ്പർ പ്രഷർ ആയിരിക്കും. സോ വാട്ട് ഈസ് ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് its liquid and solid phase have same vapor pressure. ഒരു ലിക്വിഡിനും അതിൻ്റെ തന്നെ സോളിഡിനും ഒരേ വേപ്പർ പ്രഷർ വരുന്ന ടെമ്പറേച്ചറിന് വിളിക്കുന്ന പേരാണ് ഫ്രീസിങ് പോയിന്റ്. നമ്മൾ ആക്ച്വലി ഫ്രീസിങ് പോയിന്റ് എന്ത് ആണെന്നല്ല പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ആണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ടോപ്പിക്ക് വളരെ ഈസി ആയിരിക്കും. നമ്മൾ അത് പഠിച്ചപ്പോൾ ഒരു ഗ്രാഫിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഇതും ഒരു ഗ്രാഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലം ഒക്കെ ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കണം. സാർ പഠിപ്പിച്ചു തുടങ്ങുവാണ്. ഓക്കെ, ശരി. സാറ് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇതിൻ്റെ എക്സ് ആക്സിസിൽ സാർ ടെമ്പറേച്ചർ എഴുതി. അപ്പോൾ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറാണ്. എക്സ് ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, വൈ ആക്സിസിൽ സാറ് വേപ്പർ പ്രഷർ എഴുതിയിരിക്കുന്നു. അപ്പോൾ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ് സാറ് വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ, സാറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇതാണെന്നിരിക്കട്ടെ കേട്ടോ. ഈ ടെമ്പറേച്ചറിൽ അതിൻ്റെ വേപ്പർ പ്രഷർ ഇതാണ്. അത് സാർ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ ഇതാണ്. അതിവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ടെമ്പറേച്ചറാണ് സാർ സെലക്ട് ചെയ്തത്. ഇനി സാറ് ഫ്രീസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഫ്രീസ് ചെയ്യിപ്പിക്കണമെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ സാറ് ടെമ്പറേച്ചർ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ടെമ്പറേച്ചർ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയപ്പോൾ വേപ്പർ പ്രഷർ സഡനായി കുറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഇവിടെ ഉണ്ടായിരുന്നത് ലിക്വിഡായിട്ടുള്ള സോൾവെൻ്റ് ആണ്. അപ്പോൾ ഇത് ലിക്വിഡ് സോൾവെൻ്റ് ആണ്. ഈ പോയിന്റിലെത്തിയപ്പോൾ സഡനായി വേപ്പർ പ്രഷർ കുറയാൻ കാരണം ആ പോയിന്റിൽ വെച്ച് അയാൾ സോളിഡിഫൈ ചെയ്തു. സോളിഡ് ആകുമ്പോൾ ഈസി ആയിട്ട് വേപ്പറൈസ് ചെയ്യത്തില്ല. ഈ ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫേസിനും ഇത് സോളിഡ് ഫേസ് ആണ്, രണ്ടിനും ഒരേ വേപ്പർ പ്രഷറാണ് എങ്കിൽ ദിസ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് T0F. എന്താ സാറേ T0F? ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ T0B പഠിച്ച ഓർമ്മയുണ്ടോ? എന്തായിരുന്നു T0B? ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ്. ഇതെന്താണ്? T0F, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ്. ഓക്കെ, ഇനി ഈ സോൾവെന്റിലേക്ക് സാറ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തൊരു ഡൈലൂട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇതേ ടെമ്പറേച്ചറിൽ ഈ സോൾവെൻറ്റിലേക്ക് സാറ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ടു. അപ്പോൾ അത് കുറഞ്ഞു മക്കളെ, കുറഞ്ഞു. എന്ത് കുറഞ്ഞു?
പ്രഷർ കുറഞ്ഞു. അപ്പോൾ സാറ് വീണ്ടും തണുപ്പിച്ചു. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞ് ഇതാ ഇവിടെ എത്തിയപ്പോൾ എന്താണ് ഇതിൻ്റെ സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും വേപ്പർ പ്രഷർ സെയിം ആകുന്നില്ല. അപ്പോൾ സാറ് പിന്നെയും എന്ത് ചെയ്യണം? തണുപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗ്രാഫ് ദാണ്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വെച്ചാണ് അവിടുത്തെ സോളിഡിനും ലിക്വിഡിനും സെയിം വേപ്പർ പ്രഷർ വന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഫ്രീസിങ് പോയിന്റ്. അത് നമ്മൾ TF എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് T0F, ഈ കാണുന്നത് TF. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്രീസിങ് പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു. അങ്ങോട്ട് ഇൻക്രീസ് ആണ്, ഇങ്ങോട്ട് ഡിക്രീസ് ആണ്. അതുകൊണ്ടാണ് ഇത് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് ആയത്. എത്രത്തോളം ഡിപ്രഷൻ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് എടുത്താൽ മതിയാവും. ആ ഡിഫറൻസ് എത്ര? ആ ഡിഫറൻസിന് സാറ് ΔTF എന്ന് എഴുതി. ΔTF എപ്പോഴും ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. വലുത് എത്രയാണ്? T0F. ഇതാണ് വലിയ ഫ്രീസിങ് പോയിന്റ്. മറ്റേത് ഫ്രീസിങ് പോയിന്റ് ഡിപ്രസ് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ ചെറുത് എത്രയാണ്? TF. അപ്പോൾ ΔTF is equal to T0F minus TF. This is very important. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ΔTB പഠിച്ചിരുന്നു. ΔTB TB മൈനസ് T0B എന്നാണ് പഠിച്ചത്. കാരണം അവിടെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആയിരുന്നു. ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് TB വലുതായിരുന്നു, T0B ചെറുതായിരുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് ΔTF ആണ്. ആ ΔTF is equal to T0F മൈനസ് TF എന്നാണ് പഠിക്കുന്നത്. കാരണം ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് തെറ്റിപ്പോണ്ട, പിന്നീട് കൺഫ്യൂഷൻ വേണ്ട. ഉറപ്പായും ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ സാർ ഇപ്പോൾ ഒരുമിച്ച് ഇവിടെ എഴുതിയിട്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സാർ ജസ്റ്റ് എന്ത് ചെയ്തു? വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് വരച്ചു. ഇത് ലിക്വിഡ് സോൾവെൻ്റ് ആണ്, ഇത് ഹൈ ടെമ്പറേച്ചറാണ്. സാർ ടെമ്പറേച്ചർ കുറച്ചു, വേപ്പർ പ്രഷർ കുറഞ്ഞു വന്നു. ഈ ടെമ്പറേച്ചറിലെത്തിയപ്പോൾ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്തു. അപ്പോൾ ഈ ടെമ്പറേച്ചറാണ് അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. ഇനി നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ പിന്നെയും കുറവായിരിക്കും. അപ്പോൾ അത് പിന്നെയും കുറവാണ്. അത് നമ്മൾ തണുപ്പിച്ചു വന്നപ്പോൾ അത് കുറഞ്ഞു. ഇവിടെ എത്തിയപ്പം ഫ്രീസ് ആയില്ല. ഇവിടെ എത്തിയപ്പോഴാണ് അത് സോളിഡിഫൈ ചെയ്തത്. ആ പുതിയ ഫ്രീസിംഗ് പോയിന്റ് TF. അപ്പോൾ അവിടെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ് ചെയ്തു, കുറഞ്ഞു. അതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ആരുടെ ഫ്രീസിംഗ് പോയിന്റ് ആണ് മക്കളെ കുറഞ്ഞത്? സോൾവെന്റിന്റെ. അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ പഠിപ്പിക്കണം. ഡീറ്റെയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാറ് ഒരു ഗ്രാഫും കൂടെ വരയ്ക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സാർ ഇതേപോലത്തെ ഗ്രാഫ് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വേപ്പർ പ്രഷറാണ്, ഇവിടെ ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ് സാർ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. ഓക്കെ, ഇതാണ് ലിക്വിഡ് സോൾവെൻറ്റ്. ഇതിവിടെ നിന്ന് ഗ്രാഫ് ഇങ്ങനെ പോയി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ഈ ടെമ്പറേച്ചറാണ് T0F. ഓക്കെ, ഇനി സാർ അല്പം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ടു. അപ്പോൾ ഗ്രാഫ് ഇവിടെ വന്ന് ടച്ച് ചെയ്തു. ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് TF1. സാർ ഇനിയും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ടു. അപ്പോൾ വേപ്പർ പ്രഷർ പിന്നെയും കുറഞ്ഞു. അത് ഇങ്ങനെ വന്ന് ഇവിടെ ടച്ച് ചെയ്യും. അങ്ങനെ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് TF2. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചിരുന്നു. ഇതും വേപ്പർ പ്രഷർ, ഇതും വേപ്പർ പ്രഷർ. ഈ ഡിഫറൻസ് നോക്കുക. ഈ ഡിഫറൻസിൽ ഇതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഇനി ഇതും ഈ അവസാനത്തെ നോക്കുക. അപ്പോൾ അവിടെ വേപ്പർ പ്രഷറിൻ്റെ ഡിഫറൻസ് കൂടി, അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും കൂടി. എന്ന് പറഞ്ഞാൽ ΔP. എന്താ ΔP? ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഫ്രീസിംഗ് പോയിന്റും ചേഞ്ച് ചെയ്യും. അപ്പോൾ ΔP ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ΔTF. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ΔP പ്രൊപ്പോർഷണൽ ടു ΔTF എന്നുള്ള ഐഡിയ എടുത്തു. അപ്പോൾ ബോർഡ് എക്സാമിനേഷൻ നമ്മൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ പറയുക, ഫ്രം ദിസ് ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ആസ് change in pressure increases, depression in freezing point increases. That is ΔP proportional to ΔTF എന്ന് എഴുതുക. ബാക്കി ചെയ്യുക. സാർ ബാക്കി എഴുതി കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ,
പി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എഫ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഡെൽറ്റ പി പ്രൊപ്പോർഷണൽ ടു കൈ ബി സാർ റിലേറ്റീവ് ലോവറിംഗ് പഠിപ്പിച്ചപ്പോഴും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പഠിപ്പിച്ചപ്പോഴും ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും സാറ് എന്ത് ചെയ്യുന്നു, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാം? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും LHS സെയിം ആണ്, അപ്പോൾ RHSും സെയിം ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും മക്കളെ? ഡെൽറ്റ ടി എഫ് പ്രൊപ്പോർഷണൽ ടു കൈ ബി എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കൈ ബി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കൈ ബി. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഓക്കെ എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ. ആക്ച്വലി കൈ ബി ഈസ് ഈക്വൽ ടു എൻ ബി ഡിവൈഡ് ബൈ എൻ എ പ്ലസ് എൻ ബി എന്നാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡൈലൂട്ട് സൊല്യൂഷൻ ആണ്. അപ്പോൾ എൻ എ പ്ലസ് എൻ ബി ഈക്വൽ ടു എത്രയായിരിക്കും മക്കളെ? എൻ എ ആയിരിക്കും. കാരണം ഡൈലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂട്ട് അല്പമേ ഉണ്ടാവുള്ളൂ, എൻ ബി വളരെ ചെറുതായിരിക്കും. അപ്പോൾ എൻ ബി വളരെ ചെറുതാണ്, അതുകൊണ്ട് എൻ എ പ്ലസ് എൻ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു എൻ എ ആണ്. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ ബി. എൻ ബി എന്താ? ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ എൻ എ ആണ്, അതിന് പകരം എം എ ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ തിരിച്ചെഴുതി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അടുത്ത ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ ഇൻറ്റു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. ജസ്റ്റ് ഈ എം എ ഇങ്ങോട്ട് നീക്കി എഴുതുന്നേ ഉള്ളൂ. സോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, എം എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. അപ്പോൾ കെ ഇൻറ്റു എം എ എന്ന് പറയുന്നത് ഒരു പുതിയ കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിന് കെ എഫ് എന്ന് വിളിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെ ഇൻറ്റു എം എക്ക് വേറെ പേര് വിളിച്ച് കെ ബി, ഇത് വേറെയാണ് കെ ഇൻറ്റു എം എ, അവിടെ കെ എഫ് എന്നാണ് വിളിക്കുക. അതിന് പേരും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്, വഴിയെ പറയാം, അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻറ്റു ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. ഈ ഡബ്ല്യു എ എന്ന് പറയുന്ന ഈ ടേം കിലോഗ്രാമിലാണെങ്കിൽ ഈ ടേമിന് സാറ് മൊളാലിറ്റി എന്നാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം, അഥവാ ഡെൽറ്റ ടി എഫ് പ്രൊപ്പോർഷണൽ ടു ഈ ഈക്വൽ ടുവിനും കെ എഫിനും വരും പ്രൊപ്പോർഷണലിറ്റി ടു പ്രൊപ്പോർഷണൽ ടു എം എന്ന് എഴുതി. അപ്പോൾ ഡെൽറ്റ ടി എഫ് എന്താണ്? ഡെൽറ്റ ടി എഫ് ഈസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അത് ആരുമായിട്ട് പ്രൊപ്പോർഷണലാണ്? മൊളാലിറ്റിയുമായി. എന്താണ് മൊളാലിറ്റി? മൊളാൽ കോൺസെൻട്രേഷൻ മീൻസ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും, മീൻസ് നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് പ്രോപ്പർട്ടിയാണോ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. സോ നോ ഡൗട്ട്സ് ആർ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഡെൽറ്റ ടി എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇങ്ങനെ തന്നെ എഴുതാൻ പഠിക്കുക. കാരണം ഷോ ദാറ്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് എക്സാം ചോദിക്കും. ഈ ഗ്രാഫും വരച്ച് ഇത്രയും ഡീറ്റെയിൽസ് എഴുതി ഇവിടെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. സർ ക്ലിയർ അല്ലേ മക്കളെ? അല്ലേ? അപ്പോൾ സാറിന് മുന്നോട്ട് പോകാൻ പതിയെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം. ഇതുവരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ സാറ് ഈ ഗ്രാഫിനെ തൽക്കാലം ഒഴിവാക്കും. ഓക്കെ, ഇത് വിട്ടിരുന്നോട്ടെ, വിട്ടിരുന്നോട്ടെ. ഡെൽറ്റ ടി എഫ് പ്രൊപ്പോർഷണൽ ടു എം. ഓക്കെ, അതിന് മുൻപിലായിട്ട് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്ന് നമ്മൾ ഒരു ഇക്വേഷൻ അവിടെ എഴുതിയിരിക്കുന്നു. ശരിയല്ലേ? ഈ കെ എഫിന് ഒരു പേരുണ്ട്. എന്താ കെ എഫിൻ്റെ പേര്? കെ എഫിൻ്റെ പേര് മോളാൽ ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. മോളാൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും മതി, രണ്ടും ഒന്ന് തന്നെ. ഇനി തണുപ്പിക്കുന്ന അഥവാ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകുന്ന റിയാക്ഷനുകളുടെ പ്രത്യേകത, ആ എക്സ്പെരിമെൻറ്റുകൾക്കൊക്കെ നമ്മൾ
ക്രയോസ്കോപ്പി എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീസ് ചെയ്യിപ്പിക്കുന്ന ഈ എക്സ്പെരിമെൻറ്റിൽ കിട്ടുന്ന ഈ കോൺസ്റ്റൻറ്റിന് മോളാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നും വിളിക്കും. അപ്പോൾ ഇതിനെ മോളാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മോളാൽ ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് എന്നോ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയാം. ഇനി മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1 മോൾ പെർ കിലോഗ്രാം ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഡെൽറ്റ ടി എഫ് ഇസിക്കൽ ടു കെ എഫ് എന്ന് കിട്ടും. അഥവാ കെ എഫ് ഇസിക്കൽ ടു എത്രയാണ്? ഡെൽറ്റ ടി എഫ് ആണ്. അപ്പോൾ കെ എഫ് ഇസിക്കൽ ടു ഡെൽറ്റ ടി എഫ്. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. കെ എഫ് ഇസിക്കൽ ടു ഡെൽറ്റ ടി എഫ്. ഓക്കെ, അപ്പോൾ എന്താ ഡെഫിനിഷൻ? മോളാൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ മോളാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് മേ ബി ഡിഫൈൻഡ് ആസ്. ഇതെന്താ? ദ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് വെൻ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞു മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ ഡെഫിനിഷൻ പറയുക. അപ്പോൾ കെ എഫ് മേ ബി ഡിഫൈൻഡ് ആസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെൻ 1 mole of solute is dissolved in 1000 gram of the solvent. 1 mole solute 1000 gram സോൾവെൻറ്റിലേക്ക് ഇടുമ്പോൾ എത്ര ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ് ചെയ്യുമോ ആ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിനാണ് നമ്മൾ കെ എഫ് എന്ന് വിളിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെയിം ഐഡിയകളാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇത് സാറ് തൽക്കാലം എറൈസ് ചെയ്യുന്നു. അപ്പോൾ ഇനി നിങ്ങൾ എന്തൊക്കെ ഓർക്കണം? ഈ കെ എഫ് ഇസിക്കൽ ടു കെ ഇൻറ്റു എം എ എന്നാണ് നമ്മൾ പഠിച്ചത്. കെ ഇൻറ്റു എം എ. ഓക്കെ, എം എ എന്താ മക്കളെ? ഈ കെ എഫ് ഇസിക്കൽ ടു കെ ഇൻറ്റു എം എ എന്നാണ് നമ്മൾ പഠിച്ചത്. കെ ഇൻറ്റു എം എ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യം, എം എ മാറിയാൽ മോളാർ മാസ് മാറിയാൽ കെ എഫ് മാറും. അപ്പോൾ സോൾവെൻറ്റ് മാറിയാൽ കെ ബി മാറുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ സോൾവെൻറ്റ് മാറിയാൽ കെ എഫ് മാറും. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഓർക്കേണ്ട അടുത്ത കാര്യം ഈ കെ എഫിൻ്റെ യൂണിറ്റ് എന്താണ്? കെ എഫിൻ്റെ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം പെർ മോളാണ്, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് കിലോഗ്രാം പെർ മോളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കെ ബി പഠിച്ചപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയതെന്ന് പഠിപ്പിച്ചു തന്നായിരുന്നു. ഇനി വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കെ എഫ് ആണെങ്കിലും കെ ബി ആണെങ്കിലും യൂണിറ്റ് സെയിം ആണ്, കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഓക്കെ, ഇനി വാട്ടറിൻ്റെ കെ എഫ്, വാട്ടറിൻ്റെ കെ ബി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? കെ ബി ഓഫ് വാട്ടർ എത്ര വാല്യൂ? 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. അതുപോലെ കെ എഫ് ഓഫ് വാട്ടർ നിങ്ങൾ കാണാതെ പഠിക്കണം. 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ് ഇതിൻ്റെ വാല്യൂ, കെൽവിൻ കിലോഗ്രാം പെർ മോൾ. അല്ലെങ്കിൽ കെ എഫ് ഇസിക്കൽ ടു 1.86 ഡിഗ്രി സെൽഷ്യസ് കിലോഗ്രാം പെർ മോൾ ആണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ കെ എഫ് ഓഫ് വാട്ടർ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് ആരുടെയാണ്? വാട്ടറിൻ്റെ കെ എഫ് ആണ്. 9ഓളം സോൾവെൻറ്റുകളുടെ കെ എഫ് വാല്യൂ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൽ വാട്ടറിൻ്റെ നിങ്ങൾ മസ്റ്റായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. ബാക്കി നമുക്ക് ഓർഡർ പഠിക്കാം, ഉടനെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ഈ കെ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കെ എഫ് ഇസിക്കൽ ടു ആർ T0F സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 LF. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കെ ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? കെ ബി ഇസിക്കൽ ടു ആർ T0B സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 LV. ഓർമ്മയുണ്ടായിരിക്കും. അതേപോലെ അത്
ഓക്കെ, അവിടെ ബോയിലിംഗ് ആയിരുന്നു, ഇവിടെ ഫ്രീസിങ് ആണ്. അപ്പോൾ KF = RT0F² / 1000L(F). ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരുടെ KF ആണോ കണ്ടുപിടിക്കുന്നത്, അയാളുടെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 1 gram സബ്സ്റ്റൻസിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുമ്പോൾ എത്ര ഹീറ്റ് വേണോ അതിനാണ് നമ്മൾ LF എന്ന് വിളിക്കുക. T0F അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഈ KF = RT0F² × MA / 1000 ΔH ഫ്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MA / ΔH വേപ്പറൈസേഷൻ ആണ് പഠിച്ചത്. ഇവിടെ MA / ΔH ഫ്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് സാർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഈ രണ്ട് ഇക്വേഷൻസും മസ്റ്റാറ്റും പഠിക്കണം. ഇത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഇത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 1 ഗ്രാമിനുള്ളതാണ്, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ 1 മോളിനുള്ളതാണ്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നായിരുന്നു. അതെല്ലാം മസ്റ്റായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഓർക്കേണ്ട 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. നിങ്ങൾ കേട്ടിരിക്കുക. ഓക്കെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് പഠിക്കുമ്പോൾ എന്തായാലും ആദ്യം ഇത് ΔTF = T0F - TF ഇത് നമ്മൾ പഠിക്കണം. അതുപോലെ ΔTF = KF × M അത് ഉപയോഗിച്ച് പ്രോബ്ലം ചോദിക്കും, അത് പഠിക്കണം. ΔTF = KF × M എന്താ, മൊളാലിറ്റി, WB × 1000 / MB × WA. ഇവിടെ WA ഗ്രാമിലാണ്, അവനാണ് ഇവിടെ 1000. അവിടെ 1000 ഇട്ടില്ലെങ്കിൽ ആ WA കിലോഗ്രാമിൽ ഇട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും പഠിക്കണം. അപ്പോൾ WB × 1000 / MB × WA. ഓക്കെ, പ്രോബ്ലം ചെയ്യാനുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽ പറയാം. KF ഓഫ് വാട്ടർ എത്ര ഇവിടെ ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഈ ടേംസ് എല്ലാം പഠിച്ചു വയ്ക്കുക. ഈ ΔTFന് പകരം TF0 - TF കൊടുത്തുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറാണ്. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട് രണ്ടും സെൽഷ്യസിലോ രണ്ടും കെൽവിനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ പ്രോബ്ലം, ഇവിടെ പ്രോബ്ലം, ഇവിടെ പ്രോബ്ലം, ഇവിടെ ഒന്ന് പ്രോബ്ലം. ഈ വാല്യൂ ഓർത്തിരിക്കണം. സോ ഈ ഐഡിയാസ് എല്ലാം വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ പറയാൻ വിട്ടുപോയി, ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ നേരത്തെ പറഞ്ഞു ΔTF പ്രൊപ്പോർഷണൽ ടു M ആണെന്ന് പഠിച്ചു. ഇത് നമ്മൾ പറഞ്ഞു ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും, അതുകൊണ്ട് ഇയാൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. എന്നാൽ ഫ്രീസിംഗ് പോയിന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് അല്ല, ആൽക്കഹോളിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് അതല്ല, ക്ലോറോഫോമിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് അതല്ല, ബെൻസീൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, depression freezing point is a colligative property, but freezing point is not a colligative property. Is it clear? ഇനി NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ടേബിളിനെ നമ്മൾ ഒന്നുകൂടി അനലൈസ് ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്തതാണ്, ഒന്നുകൂടി അനലൈസ് ചെയ്യാം. ആർക്കാണ് ഏറ്റവും കൂടുതൽ KF ഉള്ളത്, ആർക്കാണ് ഏറ്റവും കുറവ് KF ഉള്ളത്, എന്താണ് KFൻ്റെ ഓർഡർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇതിനകത്ത് 9 സോൾവെൻറ്റുകളുണ്ട്, അവരുടെ ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്, KB ഉണ്ട്, ഫ്രീസിംഗ് പോയിൻ്റ് ഉണ്ട്, KF ഉണ്ട്. നമ്മൾ KB കഴിഞ്ഞ ക്ലാസ്സിൽ അനലൈസ് ചെയ്തു. അപ്പോൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ആരെയാണ്, KFനെയാണ്. അപ്പോൾ KFൻ്റെ വാല്യൂകളൊന്ന് നോക്കിയേ. ഏറ്റവും മേൽ കാണുന്ന വാട്ടറിൻ്റെ വാല്യൂ ഒന്ന് വിളിച്ച് പറഞ്ഞോ മക്കളെ. യെസ്, 1.86 ആണ് അതിൻ്റെ വാല്യൂ. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ബാക്കിയുള്ളവരുടെ വാല്യൂസൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയോ? ഇനി അത് നോക്കിയിട്ട് അതിൻ്റെ ഓർഡർ പറയണം. KFൻ്റെ ഡിക്രീസിങ് ഓർഡർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ KBയുടെ ഡിക്രീസിങ് ഓർഡർ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ KFൻ്റെ ഡിക്രീസിങ് ഓർഡർ പഠിക്കാൻ പോവാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓർഡർ പഠിക്കണം. അപ്പോൾ പറഞ്ഞേ ആ വാല്യൂ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് പറഞ്ഞോളൂ. യെസ്, CCl4 കാർബൺ ടെട്രാക്ലോറൈഡിനാണ് ഏറ്റവും കൂടുതൽ. വെരി ഗുഡ്. അത് കഴിഞ്ഞ അടുത്ത ആളിനെ നോക്കി പറ.
യെസ്, വെരി ഗുഡ്. സൈക്ലോഹെക്സേൻ ആണ് അടുത്ത ഏറ്റവും കൂടുതൽ അല്ലേ മക്കളെ? C6H12 സൈക്ലോഹെക്സേൻ ആണ് പിന്നെ ഏറ്റവും കൂടുതൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്തിനി ആരാം? അടുത്തത് ബെൻസീൻ ആണ്. ബെൻസീൻ C6H6 ആണ് ബെൻസീൻ. ഇവിടെ കിടന്നോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബെൻസീൻ. ഓക്കെ, അടുത്താരാ? അടുത്ത കുറവ് ക്ലോറോഫോം CHCl3, വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോറോഫോം. അത് കഴിഞ്ഞാൽ അടുത്താരാ? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്താണ് മക്കളെ ഫോർമുല? CH3COOH അല്ലേ? അസറ്റിക് ആസിഡ് കഴിഞ്ഞാൽ അടുത്താരാ? അസറ്റിക് ആസിഡ് കഴിഞ്ഞാൽ അടുത്തത് കാർബൺ ഡൈ സൾഫൈഡ്. കാർബൺ ഡൈ സൾഫൈഡ്. ഓക്കെ, ഇനി കാർബൺ ഡൈ സൾഫൈഡ് കഴിഞ്ഞാൽ അടുത്താരാ? കാർബൺ ഡൈ സൾഫൈഡ് കഴിഞ്ഞാൽ അടുത്തത് എത്തനോൾ. ആരാ മക്കളെ? എത്തനോൾ. എത്തനോൾ കഴിഞ്ഞാൽ അടുത്താരാ? എത്തനോളിൻ്റെ ഫോർമുല എന്താ? C2H5OH. എത്തനോൾ കഴിഞ്ഞാൽ അടുത്താരാ മക്കളെ? വാട്ടർ. വാട്ടറിനത് 1.86. അത് കഴിഞ്ഞാൽ അടുത്താരാ? ഡൈ ഈതൈൽ ഈതർ. കഴിഞ്ഞ ക്ലാസ്സിലും സാറ് ഫോർമുല എഴുതി, ഓർമ്മയുണ്ടോ? C2H5O. ഓക്കെ, അപ്പം ഇത്രയും എന്താണ് ഈ ഓർഡർ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ CCl4, പിന്നെ സൈക്ലോഹെക്സേൻ, ബെൻസീൻ, ക്ലോറോഫോം, അസറ്റിക് ആസിഡ്, കാർബൺ ഡൈസൾഫൈഡ്, എത്തനോൾ, വാട്ടർ, ഡൈഇഥൈൽ ഈതർ. മറ്റ് എൻട്രൻസ് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു ചില സോൾവെൻറ്റുകളൊക്കെ കാണാം. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളിൽ നിന്നുള്ള ഓർഡറേ ചോദിക്കുകയുള്ളൂ. ഞാൻ ഗ്യാരണ്ടി എൻട്രൻസിന്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓർഡർ പഠിച്ചാൽ മതിയാവും. സർ ക്ലിയർ? ഈ ഓർഡർ പഠിക്കുന്നതുകൊണ്ട് എന്താ സർ ഗുണം? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നായിരുന്നു. ഈ ഓർഡർ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം, ബോർഡ് നോക്കും മക്കളെ, നമ്മൾ എന്താണ് C2H5OH എന്ന് എഴുതി, എത്തനോൾ. ഇത് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഓപ്ഷൻ നമ്പർ 2 സാറ് വാട്ടർ എന്ന് എഴുതി. ഓപ്ഷൻ നമ്പർ 3 സാറ് കാർബൺ ഡൈ സൾഫൈഡ് എഴുതി. ഓപ്ഷൻ നമ്പർ 4 സാറ് ക്ലോറോഫോം എഴുതി. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നായിരുന്നു, 1 mole of solute is dissolved in 1000 gram സോൾവെൻറ്റ് അല്ലേ മക്കളെ? 1000 gram സോൾവെൻറ്റ്. അതിൻ്റെ മീനിങ് എന്താ? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1 മോളാൽ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ അല്ലേ? 1 mole ഓഫ് സൊല്യൂട്ട് ഇൻ 1000 gram ഓഫ് ദ സോൾവെൻറ്റ്. എങ്കിൽ ഈ 4 പേരിൽ ആർക്കാണ് മാക്സിമം ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്? ആർക്കാണ് ഡെൽറ്റ TF ഏറ്റവും വലുത്? അപ്പം നമ്മൾ പഠിച്ചത് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF × M എന്നാണ്. M1 ആണെങ്കിൽ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ആണ്. ആർക്കാണ് മാക്സിമം ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് മാക്സിമം KF എന്നാണ് ക്വസ്റ്റ്യൻ എഴുതിയ ആൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നോ ഡൗട്ട് ഇതിനകത്ത് ആർക്കാണോ മാക്സിമം KF വരുന്നത് അയാളാണ് ആൻസർ. അതുകൊണ്ട് KFൻ്റെ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്ലോറോഫോം ആണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ കാർബൺ ഡൈ സൾഫൈഡ്, അത് കഴിഞ്ഞാൽ എഥനോൾ, അത് കഴിഞ്ഞാൽ വാട്ടർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാം? CCl4. ഏറ്റവും കുറവാർക്കാ? ഡൈഇഥൈൽ ഈതർ. നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ 9 പേരിൽ ഏറ്റവും കൂടുതൽ ആർക്ക്, ഏറ്റവും കുറവാർക്കെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റുമായി ബന്ധപ്പെട്ട് ചില ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും കൂടെ സാർ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സാർ ആപ്ലിക്കേഷൻസ് പറഞ്ഞു തുടങ്ങുവാണ്. 2 ആപ്ലിക്കേഷൻസാണ് സാറിന് പറയാനുള്ളത്. ഒന്ന് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റേഡിയേറ്ററിൽ പണ്ട് കാലത്തൊക്കെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ആ വാട്ടർ ഫ്രീസ് ചെയ്തു പോകും. എന്നാൽ നമ്മളൊരു മൗണ്ടനിലേക്കൊക്കെ യാത്ര പോവുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴെയാണെങ്കിൽ റേഡിയേറ്ററിലുള്ള വാട്ടർ ഫ്രീസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ അല്ല റേഡിയേറ്ററിൽ ഒഴിക്കേണ്ടത്, ഒരു ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ അതിനകത്ത് നമ്മൾ ഒഴിച്ചിടണം ഫ്രീസ് ചെയ്യാതിരിക്കാൻ. അതിന് നമ്മൾ ആഡ് ചെയ്യുന്ന ആളാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഈ എത്തിലീൻ ഗ്ലൈക്കോൾ ഒരു സ്യൂട്ടബിൾ റേഷ്യോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടറുമായി ഒരു സ്യൂട്ടബിൾ റേഷ്യോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ -48 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് വാട്ടറിൻ്റെ
ഫ്രീസിങ് തടയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ സ്ഥലത്ത് -10°C ആണെന്നിരിക്കട്ടെ, പക്ഷേ നമ്മുടെ വാട്ടർ ഫ്രീസ് ആവത്തില്ല. കാരണം നമ്മൾ ആൻറ്റി ഫ്രീസ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് നമ്മൾ ഡിപ്രസ് ചെയ്യിപ്പിച്ച് ആ -10 താഴെ കൊണ്ടുപോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ തന്നെ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടാവും, റോഡൊക്കെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ റോഡിലുള്ള ഐസിനെ മെൽറ്റ് ചെയ്യിപ്പിച്ച് കളയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ പോയ സ്ഥലത്തുള്ള ടെമ്പറേച്ചർ -10°C ആണെന്നിരിക്കട്ടെ, അല്ലേ? ഐസിൻ്റെ പ്രത്യേകത, ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 0°C ആണ്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ -10°C ആണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് വാട്ടറൊക്കെ ഐസായിട്ട് അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പ് വാരിയിടുക. അങ്ങനെ ഉപ്പിട്ടാൽ എന്താ പ്രത്യേകത? ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഈവൻ -21°C നമുക്ക് താഴ്ത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ -10 ആണ്, ഇപ്പോൾ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് -21 ആണ്. അപ്പോൾ ഇപ്പോൾ അവിടെ സഫീഷ്യൻറ്റ്, -21 വലുതാണ് -10. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഐസ് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യും. നമ്മൾ കാൽഷ്യം ക്ലോറൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ -55°C വരെയൊക്കെ നമുക്ക് മെൽറ്റിംഗ് പോയിൻറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ -10 ആണ്, നമ്മൾ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറച്ചപ്പോൾ എത്രയായി? ഇപ്പോൾ -11 ആണെന്നിരിക്കട്ടെ. അപ്പോൾ -11 കുറച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ -10 ആണ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ നമ്മുടെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യും. അപ്പോൾ റോഡിലുള്ള ഐസിനെ മെൽറ്റ് ചെയ്യിപ്പിച്ച് മാറ്റാൻ, അതുപോലെ റേഡിയേറ്ററിൽ ആൻറ്റി ഫ്രീസ് ഒഴിക്കണം എന്നുള്ള കൺസെപ്റ്റ് ഡിറൈവ് ചെയ്യാൻ ഒക്കെ നമ്മൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ.